ആ തല വെട്ടി മാറ്റാൻ ഒരു നിമിഷമേ വേണ്ടി വന്നുള്ളൂ. എന്നാൽ അതുപോലൊരു തല ഇനിയും ഉയർന്നു വരാൻ നൂറ്റാണ്ടുകൾ കഴിയേണ്ടി വരും. 1794 ഗില്ലറ്റിൻ ഉപയോഗിച്ച് ഒരു ശാസ്ത്രജ്ഞനെ ശിരച്ഛേദത്തിന് വിധേയനാക്കിയതറിഞ്ഞ് ഗണിതശാസ്ത്രജ്ഞനായ ലഗ്രാഞ്ചെയാണ് ഇങ്ങനെ പറഞ്ഞത്: ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ്, രസതന്ത്രത്തിൽ തുലാസ് കൊണ്ടുവന്ന ആൾ എന്നിങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങൾക്കർഹനായ, രസതന്ത്രത്തിൽ അന്നോളം ഉണ്ടായിരുന്ന പല അബദ്ധധാരണകളെയും തിരുത്തിക്കുറിച്ച മഹാശാസ്ത്രജ്ഞനാണ് നിഷ്ഠൂരമായ രീതിയിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെട്ടത്. അന്റോയിൻ ലവോസിയെ ആയിരുന്നു നിർഭാഗ്യവാനായ ആ ശാസ്ത്രജ്ഞൻ. 1743 ഓഗസ്റ്റ് 6 പാരീസിലെ ഒരു ധനിക കുടുംബത്തിലാണ് ലവോസിയയുടെ ജനനം. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം നിയമം പഠിച്ച ലവോസിയെ നിയമബിരുദം നേടിയെങ്കിലും വക്കീലായി പ്രാക്ടീസ് ചെയ്തില്ല. ശ്രദ്ധ മുഴുവൻ ശാസ്ത്ര ഗവേഷണത്തിലായിരുന്നു, പ്രത്യേകിച്ചും രസതന്ത്രത്തിൽ. വെറും 21-ാമത്തെ വയസ്സിൽ ജിപ്സത്തിൻ്റെ ഭൗതിക രാസഗുണങ്ങൾ സംബന്ധിച്ച ഗവേഷണങ്ങൾ ഫ്രഞ്ച് അക്കാദമി ഓഫ് സയൻസിൽ അവതരിപ്പിച്ചതോടെ ശാസ്ത്രലോകത്ത് ലവോസിയയുടെ വഴിയിൽ നേട്ടങ്ങൾ കാത്തുനിന്നു. തെരുവ് വിളക്കുകളുടെ ജ്വലനം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള വിദ്യ കണ്ടുപിടിച്ചത് പ്രാവർത്തികമാക്കിയതോടെ ലവോസിയയുടെ പ്രശസ്തി പാരീസിൽ മുഴുവൻ പരന്നു. 25-ാം വയസ്സിൽ ഫ്രഞ്ച് അക്കാദമി ഓഫ് സയൻസിൽ അംഗത്വം ലഭിച്ചു. 28-ാമത്തെ വയസ്സിൽ മേരി ആനിനെ വിവാഹം കഴിച്ചു. അതിനിടെ രാജഭരണത്തിന് കീഴിലുള്ള കരം പിരിക്കുന്ന വിഭാഗത്തിൽ ഉദ്യോഗസ്ഥനുമായി. ആ ജോലി സ്വീകരിച്ചത് പിൽക്കാലത്ത് ഒരു വൻ ദുരന്തത്തിന് കാരണമാവുമെന്ന് അദ്ദേഹം അന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. ഫ്രാൻസിൽ പടക്കോപ്പ് നിർമ്മാണത്തിനാവശ്യമായ വെടിമരുന്നിൻ്റെ ഗുണമേന്മയും അളവും കൂട്ടാനും അതിൻ്റെ വിതരണം കാര്യക്ഷമമാക്കാനുമുള്ള കമ്മിറ്റിയിലും അംഗമായിരുന്നു ലവോസിയെ. പദാർത്ഥങ്ങൾ ജ്വലിക്കുമ്പോൾ അവയിൽ നിന്ന് ഫ്ലോജിസ്റ്റൺ എന്ന പദാർത്ഥം പുറത്തു പോകും. ഇതായിരുന്നു ജ്വലനത്തെക്കുറിച്ച് അക്കാലത്ത് പ്രചരിച്ചിരുന്ന വിശ്വാസം. അങ്ങനെയെങ്കിൽ ജ്വലനത്തിന് ശേഷം പദാർത്ഥത്തിൻ്റെ ഭാരം കുറയണമല്ലോ എന്നായി ലവോസിയയുടെ ചിന്ത. പരീക്ഷണം നടത്തിയപ്പോഴാവട്ടെ ജ്വലനശേഷം പദാർത്ഥത്തിൻ്റെ ഭാരം കൂടുന്നതായി അദ്ദേഹം കണ്ടുപിടിക്കുകയും ചെയ്തു. ജ്വലന പ്രക്രിയയിൽ വായുവിലെ ഏതോ ഒരു വാതക ഘടകവുമായി പദാർത്ഥം സംയോജിക്കുകയാണ് ചെയ്യുന്നത് എന്ന നിഗമനത്തിലും അദ്ദേഹം എത്തിച്ചേർന്നു. പ്രീസ്ലി എന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച ഓക്സിജൻ തന്നെയാണ് ആ വാതകമെന്നും ലവോസിയെ ഊഹിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഫ്ലോജിസ്റ്റൺ സിദ്ധാന്തം പൊളിച്ചടുക്കപ്പെട്ടു. ഇങ്ങനെ കൃത്യമായ പരീക്ഷണങ്ങളുടെ പിൻബലത്തോടെ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്ന രീതിയായിരുന്നു ലവോസിയയുടേത്. ദ്രവ്യമാന സംരക്ഷണ നിയമത്തിനും ശക്തമായ തെളിവ് നൽകാൻ അളവുകളും തൂക്കങ്ങളും അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. പ്രാഥമിക രസതന്ത്രം, എലമെൻ്ററി ട്രീറ്റീസ് ഓഫ് കെമിസ്ട്രി, നാമകരണം, നോമൻക്ലേച്ചർ എന്നിങ്ങനെ രസതന്ത്രത്തിന് എക്കാലവും മുതൽക്കൂട്ടായ 2 ഗ്രന്ഥങ്ങൾ ലവോസിയയുടെ സംഭാവനയാണ്. മൂലകങ്ങളുടെ വർഗീകരണത്തിനുള്ള ആദ്യകാല ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത് ലവോസിയ ആയിരുന്നു. അദ്ദേഹം അന്നറിയപ്പെട്ടിരുന്ന മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു. ഈ ചുവട് പിടിച്ച് തുടർന്ന് അങ്ങോട്ടുണ്ടായ മുന്നേറ്റങ്ങളാണ് ഒടുവിൽ ആവർത്തന പട്ടിക അഥവാ പീരിയോഡിക് ടേബിളിൻ്റെ രംഗപ്രവേശത്തിലേക്ക് നയിച്ചത്. രാസവസ്തുക്കളെ സൂചിപ്പിക്കാനായി ഒരു പ്രത്യേക നാമപദ്ധതിക്ക് രൂപം നൽകാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. രസതന്ത്ര ഗവേഷണങ്ങൾ മാത്രമല്ല, ശ്വസനവുമായി ബന്ധപ്പെട്ട ജീവശാസ്ത്ര ഗവേഷണങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. വജ്രം കാർബണിൻ്റെ ഒരു രൂപാന്തരമാണെന്ന് തെളിയിക്കുന്നതിലും അദ്ദേഹം വിജയിച്ചു. ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മൂലകങ്ങൾക്ക് ആ പേരുകൾ നൽകിയതും ലവോസിയയാണ്. 1789 ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. രാജവാഴ്ചക്കാലത്തെ പല ഉദ്യോഗസ്ഥരും വേട്ടയാടപ്പെട്ടു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അതിൽ ലവോസിയയും ഉൾപ്പെട്ടു. രാജഭരണത്തിന് കീഴിൽ നികുതി പിരിക്കുന്ന ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ചു എന്നതായിരുന്നു ആ ശാസ്ത്രജ്ഞൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം. ഇതിനു പിന്നിൽ നീചമായ ഒരു പകപോക്കലിൻ്റെ കഥ കൂടിയുണ്ടായിരുന്നു. ഴാങ് പോൾ മാര എന്ന ശാസ്ത്രജ്ഞനാണ് വില്ലനായത്. ലവോസിയെ ഫ്രഞ്ച് അക്കാദമി ഓഫ് സയൻസിൻ്റെ അധ്യക്ഷനായിരുന്ന കാലത്ത് മാര അക്കാദമി അംഗത്വത്തിന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ യോഗ്യതയില്ലെന്ന കാരണത്താൽ ലവോസിയെ ആ അപേക്ഷ തള്ളി. അത് മാരായുടെ മനസ്സിൽ വൻ പകയായി വളർന്നു. പിൽക്കാലത്ത് രാഷ്ട്രീയക്കാരനായി മാറിയ ഴാങ് പോൾ മാരായുടെ ഇടപെടലാണ് ലവോസിയെ വിചാരണ ചെയ്യപ്പെടാൻ കാരണമായത്.
ലവോസിയെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. അദ്ദേഹം മഹാനായ ശാസ്ത്രജ്ഞനാണെന്നും ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യമുയർന്നെങ്കിലും വിപ്ലവ കോടതി ആ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായില്ല. റിപ്പബ്ലിക്കിന് ശാസ്ത്രജ്ഞന്റെ ആവശ്യമില്ല എന്നായിരുന്നു ന്യായാധിപന്റെ മറുപടി. 1794 ഗില്ലറ്റിനുപയോഗിച്ച് ആ ശാസ്ത്രപ്രതിഭയുടെ തല വെട്ടിമാറ്റി. ശാസ്ത്ര ചരിത്രത്തിൽ ഇന്നും വേദനയുണർത്തുന്ന ഓർമ്മയാണ് ലവോസിയയുടെ അന്ത്യം.